പേരിൽ കുളി നിർബന്ധമില്ല, കാരണം അത് ഹൈദല്ലല്ലോ, ഇസ്തിഹാദത്താണ്. ഇസ്തിഹാദത്ത് പിന്നെ ഹൈദിന്റെ സമയപരിധിക്ക് അപ്പുറത്ത് വരുന്ന രക്താണ്. അപ്പോ അതില് കുളി നിർബന്ധാകൂല. അതേ സമയത്ത് പിന്നെ ഹൈദ് അവിടെ പഞ്ഞി വെക്കുന്നതും നിസ്കാരത്തിന്റെ സമയത്ത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നിസ്കരിക്കുന്നതും അങ്ങനെ ആ രൂപത്തിൽ ചെയ്യേണ്ടതാണെന്നാണ് എന്റെ നിയമം. പിന്നെ കാണുന്നില്ലേ, സ്ക്രീൻ കാണുന്നില്ലേ? ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇവിടുന്ന് ഫുറൂദുൽ ഗുസ്ലാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. കുളിയുടെ ഫർളുകൾ. കുളിയുടെ ഫർള് എന്ന് പറയുമ്പോൾ ഫർള് എന്ന് പറഞ്ഞാൽ എന്താ? കുളിയിൽ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഏതൊക്കെയാണത്? ഒന്ന്, കുളിയുടെ ഫർള് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് നിയ്യത്ത്, രണ്ട് ശരീരം മുഴുവനും വെള്ളെത്തിക്കുക. ഇതാണ് കുളിയുടെ ഫർള് എന്ന് പറയുന്നത്. ഈ നിയ്യത്ത് എന്താ വെക്കേണ്ടത് കുളിക്കുന്ന സമയത്ത്? തക്ഫി ഫിഹ ഇഹ്ദ നിയ്യാത്തിൽ ആത്തിയത്തി മക്റൂനത്തൻ ബി അവ്വലിൽ ഗുസ്ലി. കുളിയുടെ ഏറ്റവും ഫസ്റ്റ് ഏറ്റവും തുടക്കത്തോടുകൂടെ നിയ്യത്ത് വെക്കണം. ആ വെക്കുന്ന നിയ്യത്ത് പറയപ്പെടുന്ന ഏതെങ്കിലും ഒരു നിയ്യത്ത് വെച്ചാൽ മതി. നമ്മളിപ്പം പറയാൻ പോകുന്ന ഏത് നിയ്യത്തും വെക്കാം. അതിൽപ്പെട്ടതാണ് നവൈതു റഫ്അൽ ജനാബത്തി, ജനാബത്തിനെ ഉയർത്താൻ കരുതി, അല്ലെങ്കിൽ ഹൈദിനെ ഉയർത്താൻ കരുതി. ഹൈദുകാരി ജനാബത്തുകാരനാണ്, മറ്റേ ജനാബത്തിനെ ഉയർത്താൻ കരുതി നിയ്യത്ത് വെക്കണ്ടേ. അല്ലെങ്കിൽ നിഫാസ് രക്തത്തെ ഉയർത്താൻ വേണ്ടി കരുതി, അത് നിഫാസ് രക്തം വരുന്ന പെണ്ണിനാണ്, അല്ലാതെ പിന്നെ ജനാബത്തുകാരനിക്ക് ആ നിയ്യത്ത് പറ്റൂല. പിന്നെ നവൈതു റഫ്അൽ ഹൈദി, നവൈതു റഫ്അൽ നിഫാസി, നവൈതു റഫ്അൽ ഹദസി, പിന്നെ അശുദ്ധിയെ ഉയർത്താൻ കരുതി. അശുദ്ധിയെ ഉയർത്താൻ കരുതി എന്ന് മാത്രം വെച്ചാൽ കുഴപ്പമില്ല. അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയത്തോടു കൂടെ കുളിച്ചാൽ മതി. അതുപോലെ തന്നെ നവൈതു ത്വഹാറത അനിൽ ഹദസി, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയെ കരുതുന്നു. നവൈതു അദാൽ ഗുസ്ലി, അല്ലെങ്കിൽ പിന്നെ കുളിയെ കരുതുന്നു. നവൈതു അദാ ഫർളുൽ ഗുസ്ലി, നിർബന്ധമായ കുളിയെ കരുതുന്നു. നവൈത്തുൽ ഗുസ്ല ലിൽ ജനാബത്തി, ജനാബത്തിന് വേണ്ടിയുള്ള കുളിയെ കരുതുന്നു. ടോട്ടൽ 8 നിയത്ത് പറഞ്ഞല്ലേ. ഈ 8 നിയത്തുകളിൽ ഇതിലൊക്കെ പെട്ട ഏതെങ്കിലും ഒരു നിയത്ത് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഈ കുളിക്കുന്നതാണ് സംഗതി, ഈ അശുദ്ധി ഉയർത്തുന്നതാണെന്നുള്ള ഈ സംഗതി മനസ്സിലേക്ക് വരിക എന്നർത്ഥം. അത് നമ്മുടെ അതെപ്പം മുതലാണ് വരുന്നത്, അപ്പം മുതലാണ് കുളി സ്റ്റാർട്ടായിട്ട് പരിഗണിക്കുന്നത്. അപ്പൊ അതിന് മുന്നേ നിയത്ത് വെക്കുന്നതിന് മുന്നേ എവിടെയും കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പിന്നെയും കഴുകണം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ആദ്യ ഭാഗം കഴിയുമ്പോൾ തന്നെ നിയത്ത് വെക്കണം എന്ന് പറഞ്ഞ ഉദ്ദേശം അതാണ് പരിഗണിക്കുക. നിയത്തിന് ശേഷമുള്ളതേ കുളിയായിട്ട് പരിഗണിക്കുള്ളൂ. പിന്നെ വേറൊരു വിഷയമുണ്ട്. ഇപ്പോൾ ഇവിടെ കുറെ നിയത്തുകൾ പറഞ്ഞു, അതില് അവസാനത്തെ 5 നിയത്തുകളുണ്ട്. ഏതൊക്കെയാണത് ഒന്ന് വായിക്കി ആരെങ്കിലും. ആ 4 അല്ലേ? തൊട്ട് മുന്നേ ഉള്ളതും കൂടി. അപ്പോൾ നവൈതു റഫ്അൽ ഹദസി, ഈ 5 നിയത്തുകള് അത് നിത്യാശുദ്ധിക്കാരനിക്ക് വെക്കാൻ പറ്റൂല. എന്ന് പറഞ്ഞാല് നിത്യാശുദ്ധിക്കാരൻ, നമ്മൾ വുളുവിന്റെ അവിടെയും പറഞ്ഞിരുന്നു, നിത്യാശുദ്ധിക്കാരൻ വുളു എടുക്കുന്ന സമയത്ത് ചെറിയ അശുദ്ധിയെ ഉയർത്താൻ വേണ്ടി കരുതിയ നിയത്ത് വെക്കാൻ പറ്റൂല. കാരണം അവന്റെ അശുദ്ധി പൂർണ്ണമായിട്ട് എണീറ്റ് പോകുന്നില്ല, അവന്റെ അശുദ്ധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഒരു ഗതികേട് കൊണ്ട് എനിക്ക് ഒരു റുഖ്സ അനുവദിച്ചു കൊടുക്കുന്നതാണ്. അപ്പോ അശുദ്ധിയെ ഉയർത്തുന്നില്ല അവിടെ, പക്ഷെ അശുദ്ധി ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് നിസ്കാരത്തെ ഹലാലാക്കാണ് അവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? വുളുവിനെ കരുതി എന്ന് വെച്ചോട്ടെ, വുളുവില്. അതേപോലെ കുളിയെ പിന്നെ എന്താണ്, കുളിയെ കരുതുന്നു. നവൈത്തുൽ അഥവാ നവൈത്തു റഫ്അൽ ജനാബത്തി, നവൈത്തുൽ റഫ്അൽ ജനാബത്തി, ഇങ്ങനെയൊക്കെ നിയത്ത് വെക്കും. അതേ സമയത്ത്
അശുദ്ധിയെ പൂർണ്ണമായി ഉയർത്തി അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയെ കരുതി എന്ന് തുടങ്ങുന്ന നിയത്തുകൾ പിന്നെ അഥവാ തുടക്കത്തിൽ നമ്മൾ ഇപ്പൊ ലാസ്റ്റത്തെ നിങ്ങൾ വായിച്ചേ, അവസാനത്തെ 5 വായിച്ചേ, ആദ്യത്തെ 5 മാറിപ്പോയതാണ്. ഈ ആദ്യത്തെ 5 നിയത്തുകൾ നിങ്ങൾ നോക്ക്, റഫ് 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 എന്ന് കാണുന്നില്ലേ 4 നിയത്തുകളിലും? തൊട്ടടിയിലുള്ള നിയത്തിൽ നവൈതു ത്വഹാറത അനിൽ ഹദഫി, ഈ 5 നിയത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് പൂർണ്ണമായിട്ട് അശുദ്ധിയെ ഉയർത്തുന്നതെന്ന് പറയുന്ന നിയത്തുകളാണ്. ഈ ഉയർത്തൽ വരാത്തടുത്താണ് എന്ത് ചെയ്യുന്നത്, പറ്റാത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോ അതെ, ഈ നിത്യാശുദ്ധിക്കാരൻ എന്ത് ചെയ്യുന്നില്ല, ജനാബത്തിനെ ഉയർത്തുന്നില്ല ഫുള്ളായിട്ട്, ഹൈദിനെ ഉയർത്തുന്നില്ല ഫുള്ളായിട്ട്, നിഫാസിനെ ഉയർത്തുന്നില്ല ഫുള്ളായിട്ട്, റഫുൽ ഹദസ് അശുദ്ധിയെ പൂർണ്ണമായി ഉയർത്തുന്നില്ല. അതേസമയം അതുകൊണ്ടാണ് ആ നിയത്തുകൾ വെക്കാൻ പറ്റാത്തത്. അതിന്റെ അടിയത്തെ നിയത്തുകളൊക്കെ ഇപ്പൊ കുളിയെ കരുതുന്നു വെക്കാം, കുളിയെ വീട്ടാൻ വേണ്ടി കരുതി, അല്ലെങ്കിൽ നിർബന്ധമായ കുളിയെ കരുതി, അല്ലെങ്കിൽ ജനാബത്തിന് വേണ്ടിയുള്ള നിർബന്ധമായ കുളിയെ കരുതി, ഈ നിയത്തുകളൊക്കെ പറ്റും. എന്ത് പറ്റൂല? അശുദ്ധിയെ ഉയർത്തുന്നു, ജനാബത്തിനെ ഉയർത്തുന്നു, ഹൈലിനെ ഉയർത്തുന്നു, നിഫാസിനെ ഉയർത്തുന്നു, ഈ നിയത്തുകൾ ആർക്ക് പറ്റൂല എന്നാണ് പറഞ്ഞത്? നിത്യാശുദ്ധിക്കാരനിക്ക് പറ്റൂല. കാരണം എന്താ പറഞ്ഞേ, പറയ്, എന്താ പറഞ്ഞേ? അതാണ് അവന്റെ ഉയർത്തൽ വരുന്നില്ല. ഞാൻ പറഞ്ഞ സാധനം ഒന്നും തന്നെ നേരത്തെ വായിച്ചപ്പോൾ ഉദാഹരണം മാറിപ്പോയതാ. ഈ അശുദ്ധിയെ ഉയർത്തുക എന്ന് പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കുന്നില്ല. കാരണം അവൻ ഇപ്പോഴും അശുദ്ധി തന്നെയാണ്. പക്ഷെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു അവസരം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു റുഖ്സ കൊടുത്തതാണ് എന്നർത്ഥം. കുളിയുടെ രണ്ടാമത്തെ ഫർള്, നിർബന്ധമായ കാര്യം എന്ന് പറയുന്നത് തഅമീമുൽ ബദനി ബിൽ മായി, ശരീരം മുഴുവനും വെള്ളം കൊണ്ട് തഅമീം ചെയ്യുക, എല്ലായിടത്തും വെള്ളം എത്തിക്കുക എന്നർത്ഥം. വെള്ളം എല്ലായിടത്തും എത്തിക്കുക. അപ്പോ എല്ലായിടത്തും എത്തണം എന്ന് പറയുമ്പോ അതെ, അപ്പോ യജിബു ഗസ്ലു ശഅരിൻ ഗൈരി മുൻഅഖിദിൻ ബിനഫ്സിഹി ളാഹിറൻ വബാത്തിനൻ വഇൻ കസുഫ. മുടി ഉണ്ടല്ലോ, മുടി വലിയ മുടിയാണെങ്കിലും അതിനുള്ളിലും പുറത്തൊക്കെ വെള്ളം എത്തണം. ഗൈരി മുൻഅഖിദിൻ ബിനഫ്സിഹി, സ്വയം ജടകുത്തിയ മുടിയാണെങ്കിൽ, ഈ വലിയ മുടി ഉണ്ടാകുന്നിടത്താണ് കഥ വരുന്നത്. സ്വയം ജടകുത്തിയ മുടിയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിന്റെ എല്ലാ ഭാഗത്തും പിന്നെ വെള്ളം നമ്മൾ എല്ലാത്ത മുടിയിൽ എത്തിക്കുന്നത് പോലെ പൂർണ്ണമായിട്ട് എൻ്റെ എത്തിക്കൽ എന്ത് ചെയ്യുന്നില്ല, നിർബന്ധമാവുന്നില്ല. അതാണ് അടി പറഞ്ഞത് ഫയജിബു നഖ്ലു ളഫാഇറ ലാ യസ്ലു ലിബാത്തിനിഹൽ മാഉ ഇല്ലാ ബിൻ നഖ്ലി. എന്നുവെച്ചാല് ഈ ആ ഭാഗത്ത് പരമാവധി മുനാക്കിതായി കിടക്കുന്ന ജടകുത്തി കിടക്കുന്ന സാധനം ഇങ്ങനെ ഇളക്കുകയൊക്കെ ചെയ്യണം. അതേസമയത്ത് ഈ സ്വയം ജടകുത്തിയിട്ട് നല്ലോണം ജടകുത്തി കിടക്കുന്നതാണ്, അതിലൊരു പരിധിയൊക്കെ പോക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ അത്ര മതിയാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ സ്വയം ജടകുത്തിയിട്ട് ഉണ്ടാവുന്ന കേസുകൾ വളരെ റെയർ ആയിരിക്കും. അപ്പം എന്താ വെച്ചാൽ ഇപ്പൊ ചുരുക്കം മുടിയുടെ ഉള്ളിലും പുറത്തും എല്ലായിടത്തും എത്തിക്കണം വെള്ളം എന്നർത്ഥം. അജിസ്ക നിങ്ങൾ മ്യൂട്ട് ആയിക്കോളി. പിന്നെ ലാഹിറൻ വ ബാത്തിനൻ, ഉള്ളും പുറവും കഴുകണം മുടിയുടെ. വൈൻ കസുഫ, ഇനി എത്ര ഇടതൂർന്ന വനമാണെങ്കിലും, ഇടതൂർന്ന മുടികളാണെങ്കിലും. വ ബഷരിൻ, അതുപോലെ തന്നെ ലാഹിറൻ ഹത്തൽ അൽഫാർ വമാ തഹ്തഹ, ഈ തൊലിയും കഴുകണം. തൊലി എന്ന് പറയുമ്പോൾ നഖങ്ങളും ഒക്കെ ഉദ്ദേശം അത് തന്നെ, ഒക്കെ അതിന്റെ ഉദ്ദേശത്തിൽ പെട്ട്. വമാ തഹ്തഹ, നഖത്തിന്റെ അടിയിലുള്ള ഭാഗം കഴുകണം. ഈ നഖമൊക്കെ നീണ്ടു കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചളി ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള ഭാഗം കഴുകൽ നിർബന്ധമാണെന്നാണ് നമ്മുടെ ഷാഫി മദ്ഹബിൽ മുഅ്തമദ്. അതുകൊണ്ടാണ് നഖമൊക്കെ കൃത്യമായിട്ട് വെട്ടി നടക്കണം എന്ന് നമ്മുടെ മദ്ഹബിൽ ഭയങ്കര കർക്കശം പറയാൻ കാരണം. വമാ തഹ്ത കുൽഫത്തിൽ അക്ലഫി, അതുപോലെ മാർക്കം ചെയ്യാത്തൊരു ചങ്ങായി ഉണ്ടെങ്കിൽ ഓന്റെ ഈ കുൽഫത്തുൽ അക്ലഫിന്റെ ഈ ഗുഹ്യഭാഗത്തിന്റെ ഏറ്റവും അടിഭാഗത്ത് അവിടെ ചുരുങ്ങിക്കിടക്കുന്ന ഭാഗം ഉണ്ടാവും, അതിനുള്ളിലും വെള്ളത്തിക്കൽ നിർബന്ധമാണ്. വമാ ലഹറ മിൻ സിമാഹിൻ വ ഷുഖൂഖിൻ വ മൻബിതി ശഅറത്തിൻ സാലത്ത് ഖബ്ല ഗസ്ലിഹ വ ഫർജി ഇംറഅത്തിൻ ഇൻദ ജുലൂസിഹ അലാ ഖദമൈഹ വ ബാത്തിൻ ജുദ്രിയിൻ മുൻഫതിഹിൻ.
ശരീരം മുഴുവനും കഴുകണം എന്ന് പറയുമ്പോൾ അപ്പോൾ അതിൻ്റെ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഇനിയും പറയുന്നത്. പിന്നെ ഈ കയ്യിലോ കാലിലൊക്കെ പൊതുവെ ചില വിള്ളലുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവര് അതിൻ്റെ ഉൾഭാഗത്ത് വെള്ളം എത്തിക്കണം, എത്തി എന്ന് തോന്നുന്നൊരു കതിർ എത്തിക്കണം. അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്ത് ഒരു മുടി കൊഴിഞ്ഞ് വീണ്, ഒരു മുടിയല്ല കുറച്ച് കൂടുതൽ മുടി കൊഴിഞ്ഞ് വീണെന്ന് വിട്ടുക, അപ്പം അതിന് മുന്നേ ആ ഭാഗം കഴുകിയതായിരുന്നു, ശേഷം ഒന്നായിട്ട് മുടി കൊഴിഞ്ഞ് വീണ്. ഇതെനിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് വസ്വാസ് വരരുത് കേട്ടോ. എന്നോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു വസ്വാസാരം വന്നിന്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ നിങ്ങളിവിടെ ഇല്ലേ, ഒരുത്തന് കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ച് വലിച്ചപ്പോൾ ഒന്നായിട്ട് മുടി ഇങ്ങനെ പോകുന്നത് വിട്ടുക. അവൻ ആ ഭാഗം ആദ്യം കഴുകിയതാ. അപ്പൊ മുടി വന്ന ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ മുകളിലുള്ള ആ മുരട് ഭാഗത്ത് വെള്ളം എത്തിയിട്ടില്ല, നിർബന്ധമായ കുളിയുണ്ട്. അപ്പൊ അവിടെ ഒന്നും കൂടി വെള്ളം വരണം എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ, കാരണം അവിടെ കഴുകിയിട്ടില്ല, അതിന്റെ മുടി മുളച്ച സ്ഥലം, അപ്പൊ അവിടെ വെള്ളം എത്തിക്കണം എന്നാണ് പറഞ്ഞത്. വ ഫറജ് ഇമ്രാത്തിൻ ഇന്ത ജുലൂസി ഹാല കഥമേഹ എന്ന് പറയുമ്പോൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ രണ്ട് കാലുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരുത്തത്തിൽ അവളുടെ ഗുഹ്യഭാഗത്ത് എവിടെയൊക്കെ വെളിവാവോ ആ ഭാഗം കഴുകൽ നിർബന്ധമാണ് കുളിയിൽ. അപ്പൊ സ്ത്രീകൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പക്ഷെ ചുരുങ്ങി നിൽക്കുമ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തും വെള്ളെത്തിക്കോണമെന്നില്ല. അപ്പൊ ആ ഇരുത്തത്തിൽ വരുന്ന എല്ലാ ഭാഗത്തേക്കും വെള്ളെത്തിച്ചാൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഈ ജുതിരി രോഗം വെച്ചാൽ ഈ പണ്ടുള്ള ഒരു രോഗം ഉണ്ടല്ലോ നമ്മളെ, ഈ കുമിളകളായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നേ, എന്താണ് ആ രോഗത്തിന്റെ പേര്? വസൂരി അല്ലേ? ഈ വസൂരിയുടെ ഇതുണ്ടാവും, കുമിളകൾ ഉണ്ടാവും ശരീരത്തിൽ, ഇങ്ങനെ കുമിളകളായിട്ട് പൊന്തുന്ന ആ രോഗമല്ലേ? നിങ്ങളൊന്നും കേട്ടില്ല വസൂരിനെ പറ്റി? ഞങ്ങൾ എന്നെക്കാളും കേട്ടിട്ടുണ്ടാവാ. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? വസൂരിക്കാരെ കണ്ടിനോ ആരെങ്കിലും? കേട്ടിട്ടുള്ളൂ നമ്മള്. റഷ്യക്ക് കണ്ടിനോ വസൂരിക്കാരെ? ഓക്കെ. അപ്പൊ അതാണ് ഈ കുമിളകളായിട്ട് പൊന്തി വരുന്ന ഒരു അസുഖമാണ് തോണ്ടത്. എത്ര 40 ദിവസം എങ്ങാനും പൊന്തി വന്ന് പിന്നെ അതങ്ങ് അമർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ചെറിയൊരു സാധ്യത ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഞാൻ ഒരു ഇത് കേട്ടിന്. അള്ളാഹു അതിന്റെ രൂപം എങ്ങനെ കൃത്യമായിട്ട് അറിയില്ല, പഠിച്ചവ കാക്കട്ടെ. അത് കാണണമെന്ന് പോതിയില്ല. അപ്പൊ ഏതായാലും പിന്നെ വസൂരി രോഗം ഒരു ഉദാഹരണം. അതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും കുമിളകളായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ചെറിയൊരു പൊള്ളൽ പൊള്ളി, അപ്പൊ ഒന്ന് അവിടെ കുമിളയെ വന്ന്, അപ്പൊ അത് പൊട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൈകൾ നിർബന്ധമില്ല. അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം എത്തിക്കൽ നിർബന്ധമാണ്. നിങ്ങൾ ചോദിക്കും, ഇപ്പൊ പൊള്ളിയതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം എത്തിക്കണം എന്ന് പറയുമ്പോൾ അത് പിന്നെ വെള്ളം തട്ടിയാൽ ശരീരത്തിന് കേടാവൂലേ? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ആ ഭാഗത്തിന് വേണ്ടി തയമം ചെയ്തിട്ട് നിസ്കരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? കുമിള പൊട്ടിയാലാണ് ഈ വിഷയം വരുന്നത്. മുകളിൽ കൂടി വെള്ളം പറഞ്ഞാൽ മതി പൊട്ടിയിട്ടില്ലെങ്കിൽ. ഇനി വലാ യജിബു തയഖുനു തഅമീമി ഫിൽ ഗുസ്ലി ബൽ യക്ഫി ളന്നു ബിഹി കൽ വുളൂഇ. ഈ കുളിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ആ ഭാഗത്തൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് എന്ന ഒരു ലന്ന് കവിയെ കിട്ടിയാൽ മതി. അല്ലാതെ 100% അവിടെയൊക്കെ വെള്ളം എത്തി ഇങ്ങനെ കൈക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഏകദേശം വെള്ളം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നൊരു കതിർ കഴുകിയിട്ടുണ്ട്, ഓക്കെ ഹലാസ്, അത്രേ ആവശ്യമുള്ളൂ. ഈ വസ്വാസുള്ള പല മനുഷ്യന്മാരുണ്ട്, ഈ ഒതുടുക്കാൻ അരമണിക്കൂറൊക്കെ വേണ്ട ആൾക്കാരെ കണ്ടിനോ? അങ്ങനെ ആൾക്കാരുണ്ട്, ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വസ്വാസിന്റെ. അവർക്ക് ഈ മസാലകൾ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ വുളുവിന്റെ കൈകളിലും കുളിയുടെ കൈകളിലും അങ്ങനെയുണ്ട്. കാരണം വസ്വാസ് എന്ന് പറഞ്ഞ ശൈത്താനിൽ നിന്നാണെന്ന് ഹദീസിലുണ്ടല്ലോ. അപ്പോള് ഈ മസാലകൾ കുറെ അനുസരിച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ രക്ഷപ്പെടും. കാരണം ഈ വസ്വാസ് എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. അത്
സംശയമല്ല ശരിക്കും വസ്വാസം എന്ന് പറയുന്നത്. ഈ വസ്വാസമുള്ള രോഗികൾക്ക് ഒരിക്കൽ തന്നെ അറിയാം ഞാനിത് ചെയ്യുന്ന വെറുതെയാണ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അത് ബോധ്യപ്പെടില്ല. കുറച്ചിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചിങ്ങനെ വന്നപ്പോൾ ഞാൻ വെറുതെ കഴിയാതാണ് ഇത്ര നേരം. എൻ്റെ ആ കുറച്ച് നേരം കഴിയപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട്. അതേ സമയത്ത് കൈകിട്ട് എല്ലായിടത്തും വെള്ളം എത്തിയിട്ടില്ലോളി എന്നുള്ളത് ഡൗട്ടാണ്. ഡൗട്ടും വസ്വാസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഷെക്കും വസ്വാസും തമ്മിലുള്ള വ്യത്യാസം കല്യൂബി പറയുന്നുണ്ട് മഹല്ലീന്റെ ഹാഷിയയിൽ. അപ്പോൾ അത് അതിനെപ്പറ്റി ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ആ ഇപ്പോൾ ആ ഒരു ഡൗട്ടുള്ള കാര്യം തന്നെയാണ്. എത്തിയിട്ടില്ല, ഒരു എത്താതിരിക്കാൻ ഒരു സാധ്യത ഉണ്ട്. കാരണം ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് കൈ ഓടി ചുളിഞ്ഞ ഭാഗത്ത് എത്താതിരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഡൗട്ടിന് ഒരു കാരണം, ഒരു വക വരുന്ന ഒരു സാധനമാണ്. ആ സമയത്ത് അവിടെയൊക്കെ ഇങ്ങനെ ഇറച്ചി കൈയിട്ടുമുണ്ട്, ഇങ്ങനെ ഉണ്ട് എന്നാലും എത്തിയിട്ടില്ല എന്നുള്ളൊരു തോന്നല്. ഇങ്ങനെ കഴുകു തന്നെ, കഴുകലോട് കഴുകല്. ഓന് കൈക്ക് എണീച്ച് വന്നാൽ എനിക്കറിയാം വെറുതെ കഴിയതാണ് കുറെ നേരം എന്നുള്ളത്. അതിന് പറയുന്ന പേരാണ് വസ്വാസ് എന്ന് പറയുന്നത്. അത് പൈശാചികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കൂടിയാണ്. ഞാൻ പറഞ്ഞത് ഈ മസാലകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണ്ടേ. സൊല്യൂഷന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് ഇത് മസാലകൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ വസ്വാസിന് രക്ഷപ്പെടാൻ കഴിയും. കാരണം 100% വെള്ളം എത്തി എന്നുള്ളത് ഉറപ്പിക്കലൊന്നും നിർബന്ധമില്ല. അവനിക്ക് വെള്ളം എത്തിയിട്ടുണ്ട് എന്ന ഒരു ഏകദേശ ധാരണ കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. ഉളുവിലാണെങ്കിലും കുളിയിലാണെങ്കിലും. അതിന്റെ അർത്ഥം തീരെ ശ്രദ്ധിക്കാതെ ജസ്റ്റ് ഇങ്ങനെ കാക്കക്കുളി കുളിക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെള്ളം ഒലിപ്പിക്കുക ഉളുവിലും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. തന്നെ കവിയ വേണം. ഇല്ല, ഒറ്റ നിയത്തിൽ അവിടെ കുളിച്ചാൽ മതി. ആ നിയത്ത് മാത്രമേ പരിഗണിക്കുള്ളൂ. ആ നിയത്തിന് ശേഷമാവുക ബാക്കി ശരീരഭാഗം മുഴുവനും കഴുകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അത് പോരാ. വേറെ മദ്ഹബ് പിന്തുടരുക എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അല്ല അല്ല അതില് നമ്മളെ ഗൾഫിലുള്ള വിഷയത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് പള്ളിയിലുള്ള ഇമാമ് ഒരു മാലിക്കിയാണ് അല്ലെങ്കിൽ ഹനഫിയാണ്. അയാൾ ഗവൺമെന്റ് നിർണയിച്ചതാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ അയാൾ വേറെ മദ്ഹബുകാരനാണെങ്കിലും നമ്മൾ മദ്ഹബ് മാറാതെ തന്നെ മൂപ്പരെ തുടർന്ന് നിസ്കരിച്ചാൽ മതി എന്നുള്ള വീക്ഷണങ്ങളുണ്ട് ഷാഫി മദ്ഹബിൽ. അത് പ്രകാരം നമ്മൾ നമ്മുടെ കൊടുത്തിട്ട് മൂപ്പരെ പിന്തുടർന്ന് നിസ്കരിക്കുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അയാളെ തുടർന്ന് നിസ്കരിക്കലാണോ ഒറ്റയ്ക്ക് നിസ്കരിക്കലാണോ പുണ്യം എന്ന ചർച്ച വരെ ഉണ്ട്. ഏയ് അതിൽ പറഞ്ഞത് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ജമാഅത്തിന്റെ കൂലി കിട്ടാൻ മൂപ്പരെ തുടർന്ന് നിസ്കരിക്കലാണ് നല്ലത്. അതേസമയത്ത് ഇബ്നു ഹജർ നിങ്ങളെ പോലത്തെ പറഞ്ഞത് ഓനിക്ക് ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും ആ ജമാഅത്തിന്റെ കൂലി കിട്ടും. നിങ്ങൾ ജമാഅത്തിന് പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ കേട്ടോ. പറ്റുമെങ്കിൽ നമ്മുടെ മതകാരെ കൊണ്ട് തന്നെ ജമാഅത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഹയർ. അതല്ല ഇപ്പൊ ജുമുഅ അതുപോലെയുള്ള അല്ലെങ്കിൽ ജമാഅത്തിന് വേറെ കിട്ടൂല, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ ഒരു ആയത്ത് കിട്ടുള്ളൂ. എന്നാൽ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ നമ്മുടെ മതബിൽ പ്രബലമായ വീക്ഷണങ്ങൾ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായോ? എങ്ങനെ? അല്ല അത് ഞാൻ പറഞ്ഞതാണ്. അത് നമ്മുടെ ഷാഫി മതബിൽ തർക്കത്തിലുള്ള ഒരു വിഷയമാണ്. എന്നുവെച്ചാല് നമ്മുടെ ഇമാമ് ബിസ്മി ഓതാതെ നിസ്കരിക്കുന്ന ഇമാമാണെങ്കിൽ നമ്മുടെ മതപ്രകാരം നിസ്കാരം ശരിയാവില്ല. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഇമാമിന്റെ മദ്ഹബിൽ ആ നിസ്കാരം സ്വഹിയായാൽ മതി, എന്നാൽ തന്നെ നമുക്ക് തുടർന്ന് നിസ്കരിക്കാം എന്ന് പറഞ്ഞ ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇമാമിന്റെ മദ്ഹബിൽ റെഡി ആയാൽ മതി, എന്നാൽ നമുക്ക് ആ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാം എന്ന് പറഞ്ഞ ഇമാമുമാരുണ്ട്. എന്നാൽ വിനോദര തങ്ങളെ പോലെ ഉള്ളവർ പറഞ്ഞത് പോരാ, എന്തെന്നെ വേണം, അപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ആരും കിട്ടൂലെങ്കിൽ അല്ലെങ്കിൽ മൂമിങ്ങളെ കിട്ടുമെങ്കിൽ അപ്പൊ ഞാനൊക്കെ ഇവിടെ എന്താ ചെയ്യലെന്ന് പറഞ്ഞാല്, പിന്നെ ഞാനിപ്പോ ഇവിടെയുള്ള ഖത്തറിലുള്ളത്. അപ്പൊ ഇവിടെ എന്താ ചെയ്യലെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജമാഅത്തിന്റെ സമയം കഴിഞ്ഞ് ഒന്ന് കണ്ടു നിൽക്കുന്ന സമയത്ത് ചെല്ലും. എന്നിട്ട് അപ്പോ കുറച്ച് ആൾക്കാർ എന്തായാലും വരുമല്ലോ, അപ്പോൾ അവരെ കൊണ്ടൊരു ജമാഅത്ത് നടത്തും. അല്ലെങ്കിൽ ഇടക്ക് അങ്ങനെയും ചെയ്യും, ഇടക്ക് ജമാഅത്തിന്റെ ഒരു സമയത്ത് പോവുകയും ചെയ്യും. കാരണം അത് ഷാഫി മദബില് പിന്നെ റംലി ഇമാം അടക്കമുള്ള പിന്നീട് വന്ന ഖുറുദി ഇമാം അവരൊക്കെ സംസാരിച്ചത് പ്രത്യേകിച്ച് ഈ ഇമാമിനെ
നിർണയിക്കുന്നത് ഗവൺമെന്റ് നിർണയിക്കുന്ന ആളാവുന്ന സമയത്ത് അവിടെ പിന്നെ അയാളെ മദ്ഹബിൽ നിസ്കാരം റെഡി ആയോ എന്ന് നോക്കിയാൽ മതി. നമ്മുടെ മദ്ഹബിൽ എന്നാൽ തന്നെ നമുക്ക് തുറന്ന് നിസ്കരിക്കാം എന്നാണ് പറഞ്ഞത്. ജമാഅത്തിന്റെ കൂലിയും കിട്ടും. ആ അഭിപ്രായ പ്രകാരം ജമാഅത്തിന് കൂടുകയും ചെയ്യാം. അതേ സമയത്ത് എന്തും ചെയ്യാം. നമുക്ക് പറ്റുമെങ്കിൽ നമ്മളെ ആൾക്കാർ മദ്ഹബുകാരെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജമാഅത്ത് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെ നോക്കാം. ക്ലിയർ അല്ലേ എന്നാണ് ഈ വിഷയം. അല്ല, ജുമയുടെ വിഷയത്തിൽ പ്രശ്നമില്ല. അത് ജുമ തുടർന്ന് നിസ്കരിച്ചാൽ മതി. അതേ സമയത്ത് സൂക്ഷ്മതയ്ക്ക് എന്ത് നല്ലതാണ്. ഒരു യുവാ പണ്ഡിതന്മാരെ പോരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇബ്നു പറഞ്ഞ പോലെ. അപ്പൊ ഞാനൊക്കെ ഇവിടെ ചെയ്യല് ജുമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുമാന്റെ നിയത്ത് വെച്ചിട്ട് തന്നെ അവരോടൊപ്പം നിസ്കരിക്കും. അതിനുശേഷം ദുഹറിനെ മടക്കി നിസ്കരിക്കുകയും ചെയ്യും. അത് ഇവിടെ മാത്രമല്ല, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ തന്നെ പിന്നെ എന്താണ് ഈ ചില പള്ളികളിൽ ഈ 40 ആൾക്കാർ തികച്ചില്ലാത്ത ഈ മലമ്പ്രദേശത്തേക്കുള്ള ചില പള്ളികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പള്ളിയിൽ നിന്നൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ 4 ആൾക്കാർ മതി എന്നുള്ള അഭിപ്രായം ഉണ്ട് നമ്മളെ മതേബിൽ തന്നെ. ആ സമയത്ത് അവിടെയും മടക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന് പറയുന്ന കാണാം. അപ്പോ ഇത് ഈ കേസിൽ മാത്രമല്ല, അപ്പോ ജുമക്ക് ഒന്നുകൂടി സൂക്ഷ്മത, ഒന്നുകൂടി നമ്മൾ മടക്കി നിസ്കരിക്കാനുള്ളത്. ആ സമയത്ത് അത് നിർബന്ധമില്ല. പിന്നെ വേറെ പല ഘടകങ്ങളുണ്ട്. ഇവിടെ ഈ ടൗണുകളിൽ അവിടെ ഇവിടെയുള്ള പള്ളികളിലൊക്കെ പലപ്പോഴും ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള പള്ളിയുടെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഇത് സ്ഥാപനമാണ്. ഇപ്പൊ സ്ഥാപനത്തിൽ ആൾക്കാർ പുറത്തുനിന്ന് വരുന്നതാണ്. ഇവിടെ നിത്യ താമസക്കാരായിട്ട് ആരുമില്ല. എല്ലാവർക്കും ഇവിടെ സ്ഥാപനത്തിൽ താമസിക്കുന്നവരുണ്ട്. അവരൊക്കെ ഇവിടെ നിൽക്കുന്ന മുക്കീമീങ്ങളാണ്, അല്ലാതെ പിന്നെ സ്വന്തം നാട്ടുകാരല്ല, ഖത്തരികളല്ല. അപ്പോള് നമ്മുടെ ജുമ സഹി ആയി കിട്ടാൻ കുറച്ച് റിസ്ക്കാ നമ്മളെ മതേബില്. സ്വന്തം നാട്ടുകാരാവണമെന്നല്ലേ. അതേ സമയത്ത് പിന്നെ സ്വന്തം നാട്ടുകാരായിട്ടില്ലെങ്കിലും അവിടെ താമസിക്കുന്നവരായാൽ മതി എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോള് അത് പ്രകാരം ഓക്കെയാണ്. എന്നാലും നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അവിടെ മടക്കി നിസ്കരിക്കൽ നല്ലതാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ വേണമെങ്കിൽ ശ്രദ്ധിക്കാം. വേറെ മദ്ഹബുകാരനാണ് ബിസ്മി ഓതിയിട്ടില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പായാൽ, ബിസ്മി ഉറക്കം ഓതിക്കൊള്ളണമെന്നില്ല. പല ഇമാമാരും അത് പതിയെ ഓതുന്നതാണ്. അത് എന്നിട്ട് ശേഷം, കാരണം എന്റെ വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ ബിസ്മി സ്വതന്ത്രമായിട്ട് ഒരു ആയത്താണോ അല്ലയോ എന്നുള്ള വിഷയത്തിൽ ഖിലാഫുണ്ട് രണ്ട് മദ്ഹബുകളിലും, ഷാഫി മദ്ഹബിലും മറ്റു മദ്ഹബുകളുടെ ഇടയിൽ. ഷാഫി നമ്മുടെ മദ്ഹബിൽ ഓരോ സൂറത്തിലും ബിസ്മി എന്ന് പറയുന്നത് ആയത്താണ്. ഓരോ സൂറത്തിലും, അത് ഫാത്തിഹയിൽ നിന്നില്ല, എല്ലാ സൂറത്തിലും ബിസ്മി ഓരോ ആയത്താണ്. അതേ സമയത്ത് ഈ ഹനഫി മദ്ഹബിലും മറ്റു മദ്ഹബിലുള്ള തെളിവ് എന്ന് പറയുന്നത് അത് സൂറത്തുകളെ വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇറങ്ങിയതാണ്. ബിസ്മി പലവട്ടം ഇറങ്ങിയിട്ടുണ്ട്. അതായത് അങ്ങനെ വന്നതാണ്. അത് സ്വതന്ത്രമായിട്ട് ഒരു ആയത്ത് ആയിട്ട് കൂട്ടൂല ഫാത്തിഹയിലുള്ള എന്ന അഭിപ്രായക്കാരാണ് അവര്. അപ്പൊ അവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചർച്ചയുണ്ട്. ഫാത്തിഹ സൂറത്തിന്റെ ഒരു പേരാണല്ലോ അസ്സബുൽ മസാനി. കേട്ടില്ല നിങ്ങള്? സബുൽ മസാനി എന്ന് പറഞ്ഞാൽ 7 ആയത്തുകളുള്ള സൂറത്ത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോള് ബിസ്മീനെ കൂട്ടിയാൽ എന്താവുള്ളൂ? 7 ആയത്താവുള്ളൂ. നിങ്ങളൊന്ന് കൂട്ടി നോക്കി. അപ്പൊ അതാണ്, അതൊക്കെ നമ്മളെ തെളിവുകളിൽ പെട്ടതാണ്. അപ്പൊ ഓല അതിനെ വ്യാഖ്യാനിക്കും എന്ത്? അവസാനത്തെ ആയത്തുണ്ടല്ലോ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അത് ഒരായത്താക്കും. ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നുള്ളത് വേറൊരു ആയത്താക്കും. ഇപ്പൊ എണ്ണയില്ലേ? പിന്നെ പിന്നെ വേറെ, അതെ, അതാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. നമ്മുടെ കിതാബുകളിലൊക്കെ ഉദ്ധരിച്ച ഒരു തെളിവ് എന്ന് പറയുന്നത്, അതായത് സഹാബികളുടെ കാലത്ത് തന്നെയുള്ള മുസ്ഹഫുകൾ ഉണ്ടല്ലോ, ആ മുസ്ഹഫുകളില് ഖുർആൻ അല്ലാത്ത ഒരു സാധനം പോലും എഴുതിയിട്ടില്ല. ആ രൂപത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് പിന്നെ പ്രസിദ്ധീകരിച്ച മുസ്ഹഫിലും കാര്യത്തിലൊക്കെ ഖുർആൻ അല്ലാത്ത ഒരു സാധനം എക്സ്ട്രാ പോലും എഴുതിയിട്ടില്ല. അത്രയും ഒരു ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത്. എന്നിട്ടും എല്ലാ സൂറത്തിലും എന്ത് വന്നിട്ടുണ്ട്? ബിസ്മി വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം അത് തെളിയിക്കുന്ന എന്താ? അതൊരു ആയത്ത് തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ മതേബ്. അപ്പോ നമ്മുടെ മതേബില് ബിസ്മി ഓരോ സൂറത്തിലും നിർബന്ധം തന്നെയാണ്. ഓരോ സൂറത്തിന്റെ ഭാഗമാണത്. അതും ഒരു ആയത്താണ് ആ സൂറത്തിൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, ജോലിയും വെറുതെ കിട്ടാണ്. സമയത്ത് മദ്ഹബുകളിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ മതേബ് പ്രകാരം നമുക്ക് പോവാം. ഇനി സുനനുൽ ഗുസ്ലി, കുളിയുടെ സുന്നത്തായ കാര്യങ്ങളാണ്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ള സാധനങ്ങൾ. പിന്നെ
സുനനുൽ ഗുസ്ല് കുളിയുടെ സുന്നത്തായ കാര്യങ്ങൾ. ഒന്ന്, അൻ യബൂല മൻ അൻസല ഖബലൽ ഗുസ്ലി. ഏയ് ജനാബത്ത് ഉണ്ടായ ആള് പിന്നെ സ്വപ്നസ്ഖലനമോ അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം കുളിക്കൽ സുന്നത്തുണ്ട്. ഏയ് അല്ല, അതിനുശേഷം മൂത്രമൊഴിക്കൽ സുന്നത്തുണ്ട്. കുളിയുടെ മുന്നോടിയായിട്ട് മൂത്രമൊഴിക്കൽ സുന്നത്തുണ്ട്. പിന്നെ ഇസ്തിഖ്ബാലുൽ ഖിബ്ലത്തി, ഖിബിലയിലേക്ക് തിരിയൽ സുന്നത്തുണ്ട് കുളിക്കുന്ന സമയത്തിട്ടോ. കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് കുളിക്കുന്നത് പലരും നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നൊരു സുന്നത്തായിരിക്കും ഒരു പക്ഷെ. കുളിക്കുന്ന സമയത്ത് കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിച്ചാൽ അങ്ങനെ ഒരു സുന്നത്ത് ചെയ്ത കൂലി കിട്ടും. കുളിയുടെ വേറെ സുന്നത്താണ് അത്തസ്മിയത്തു അവ്വലഹു മുഖ്തരിനതൻ ബിൻ നിയത്തി. ബിസ്മി ചൊല്ലിക്കൊണ്ട് കുളിക്കുക. നിയത്ത് വെക്കുന്നതോടുകൂടെ ബിസ്മിയും ചൊല്ലുക. അപ്പോൾ ടോയ്ലറ്റും കൂടി ഉള്ള ബാത്റൂം ആണെങ്കിൽ അവിടെ ബിസ്മി മനസ്സിൽ ചൊല്ലിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെ വോയിസ് ഒന്നുകൂടി ഉയർത്താൻ പറ്റുമോ? കേൾക്കുന്നില്ല അവരെനിക്ക്. ആ, ഓക്കെയാണ്, പറഞ്ഞത്. ഉം, ഉം, ഉം. അല്ല, ബാത്റൂം നല്ലല്ലോ അത് ചെല്ല അള്ളാഹു ഒരു കൽബി എന്നുള്ളത്. അത് ചെല്ല. പിന്നെ ബാത്റൂമിലൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് അള്ളാഹു മിന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഗുഫ്രാനക അൽഹംദുലില്ലാഹി അല്ലദി അദ്ഹബ അന്നി അൽ അദാ വഅഫാനി. ഇതാണ് സാധാരണ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പോയാലും തിരിച്ചു വന്നാലും ചെല്ലുന്ന നിൽക്കൽ. പിന്നെ അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ഇതും ബാത്റൂമിൽ നിന്ന് ചെല്ലരുത്, പുറത്തിറങ്ങിയിട്ടാണ് ചെല്ലേണ്ടത്. പിന്നെ അത് വിട്ടു ഒന്നിങ്ങനെ അടിയിലുള്ള സാധനം എന്നുള്ള നേരെ ഇങ്ങനെ പൊന്തിച്ച് വെച്ചതല്ലേ ഉള്ളൂ, വ്യത്യാസമില്ലല്ലോ. അപ്പോൾ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിൽ പെട്ടതാണത്. കുളിപ്പര എന്നുള്ളത് വേറെ തന്നെ നമുക്ക് ഉണ്ടെങ്കിലുള്ള ഉപകാരം. ഇങ്ങനത്തെ ഒരുപാട് സുന്നത്തുകൾ നമുക്ക് എടുക്കാൻ പറ്റും. ഈവൻ നമ്മൾ വുളു എടുക്കുമ്പോൾ പോലും ബിസ്മി ചെല്ലല്, അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ദിക്റുകൾ ചെല്ലല് പലതും ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ചെല്ലാൻ പരിമിതിയുണ്ട്, ടോയ്ലറ്റ് കൂടെ ഉൾക്കൊള്ളുന്ന ഭാഗമാണെങ്കിൽ. എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏയ് അതിപ്പോ ഏതുപോലെ എ- എങ്ങനെ എങ്ങനെ ക്ലിയർ ആവുമെന്ന്, കറക്റ്റ് പോവാന്നുള്ളതാ? അതെ, അതിന് യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിലും അല്ലെങ്കിലും നജസ് തെറിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ തെറിക്കാത്ത കോലത്തിൽ പോകണം. ഒന്ന്, ഈ തെറിച്ചാൽ തന്നെ അത് കൈ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം വേണം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമാണ്. അപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിൽ തന്നെ പിന്നെ പരമാവധി പോകാതിരിക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ എന്നുവെച്ചാല് നമ്മൾ പുറത്താണ്, നമുക്ക് ആ ഡ്രസ്സ് മാറ്റി നിസ്കരിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു നിലക്കും ജമ്മിന്റെ യാത്രയൊക്കെ ഉണ്ടെങ്കിൽ ജമ്മാക്കുക എന്നുള്ളതല്ലാതെ കുടുംബത്തിനെ പാലിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ട് മടക്കുകയാണ് വേണ്ടത്. ജമ്മിന്റെ കാരണങ്ങളുണ്ട് പിന്നെ പ്രശ്നമല്ല. അതേ സമയത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം, ടോയ്ലറ്റ് പോകുന്ന സമയത്ത് നമ്മൾ പിന്നെ പാൻറ്, നമ്മൾക്ക് അങ്ങനെ തന്നെയാണ് ചെയ്യല്, എന്നാലും പറയാണ്, പാൻ്റ് ആണെങ്കിൽ പാൻറ് ഊരി വെച്ചിട്ട് തന്നെ പോകണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം അതിന് കഴിയും. ഈ ടോയ്ലറ്റുകളിലൊക്കെ പലപ്പോഴും മറ്റേ ഈ കുളത്തൊക്കെ കാണും ഇത് പാൻറ് വെക്കാനൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം.
ഉം. ഏതായാലും നിയമം എന്ന് പറയുന്നത് ശരീരത്തിലോ ഡ്രസ്സിലോ നജസ് ഉണ്ടെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ അങ്ങനെ നജസ് ആയി കഴിഞ്ഞാൽ അവനിക്കുള്ള പരമാവധി സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ആ നജസ്സിനെ ക്ലീൻ ചെയ്തിട്ട് ആ വക്തിൽ തന്നെ നിസ്കരിക്കലും എനിക്ക് നിർബന്ധം ആണ്. ഇനി ഒരു നിലക്കും എനിക്ക് അങ്ങനെ ക്ലീൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണോ സാഹചര്യമാണോ ഉള്ളത് എന്നാൽ സമയത്തിന്റെ ഹുർമത്തിനെ പാലിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ട് പിന്നെ മടക്കണം. ഒന്നുകൂടി ഒന്നു എടുക്കാൻ കഴിയാത്ത സന്ദർഭം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? ആ എന്താ ഫ്ലൈറ്റ് ഒന്നും ഒന്നു എടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാ? കഴിയുമല്ലോ. ഞാൻ ഒന്നു എടുത്ത് നിസ്കരിച്ചിനല്ലോ ഫ്ലൈറ്റിന്ന്. ആ വാഷ് ബേസിന്ന് ഒന്നു എടുക്കാൻ കഴിയും. ഒക്കെ ഈ വുളു എന്നൊക്കെ പറയുന്നത് ഒന്നായിട്ട് വെള്ളം ഒലിപ്പിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഗ്ലാസ് വെള്ളം ഉണ്ട് നമുക്ക് ഒന്നു എടുക്കാൻ കഴിയും. നമ്മൾ അങ്ങനെയൊക്കെ ശീലിക്കണം. ഈ എന്ന് വെച്ചാല് നമ്മൾ പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാനും അതുപോലെ ചില ആൾക്ക് കുറേ സമയം വേണം. അതൊക്കെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് എടുക്കേണ്ട സമയങ്ങളിൽ ഫാസ്റ്റ് ആയിട്ട് എടുക്കാനും നമ്മൾ പ്രാപ്തരായിരിക്കണം. അപ്പോൾ ഈ വുളു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക്, ഒരു ഇത്തിന വെള്ളം, ആ വെള്ളം കൊണ്ട് മുഖം മുഴുവൻ നമുക്ക് എത്തിക്കാൻ കഴിയും. ആ വെള്ളം തന്നെ വരച്ച് വെച്ചെല്ലാം എടുത്ത് എത്തിക്കാൻ കഴിയും. ഒരു ഏകദേശ ധാരണ കിട്ടിയാൽ മതി. 100% ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. അത്തരം സാഹചര്യങ്ങളിൽ കുറച്ച് വെള്ളം എടുക്കുക, ആ വെള്ളം കൊണ്ട് ഒറ്റ ഇതിനെ കൊണ്ട് തന്നെ എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ എത്തിക്കാൻ കഴിയും. നടത്തിച്ച് എല്ലായിടത്തും എത്തിക്കാൻ കഴിയും. കുറച്ച് എവിടെയായി പിന്നെ നേരെ തല തടവിയാൽ മതി. ഒക്കെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി അങ്ങനെ പെടുന്ന സാഹചര്യത്തിൽ. ഫ്ലൈറ്റിലൊക്കെ വെള്ളം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല, വാഷ് ബേസ് ഉണ്ടാവും. അപ്പോൾ കഴിയുന്ന പരമാവധി ചെയ്യാം. പിന്നെ കാല് കഴുകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, അതൊന്ന് പൊന്തിച്ചിട്ട് കഴിയാൽ മതി. അല്ലേ ഇനി ആ കാലങ്ങനെ പൊക്കി വെക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ കയ്യിൽ കുറച്ചാക്കി എടുത്തിട്ട് ഈ ഒരു പിടി വെള്ളം മതി, അല്ലെങ്കിൽ ഒരു 2 പിടി വെള്ളം മതി എല്ലാം എടുത്ത് എത്തിക്കാൻ ഇങ്ങനെ. അപ്പോൾ ഫ്ലൈറ്റിലൊക്കെ നമുക്ക് ഉള്ളെടുക്കാൻ കഴിയും. വെള്ളം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഈ തേമം എന്ന് പറഞ്ഞത്. പിന്നെ തേമമിനെ പറ്റി നമ്മൾ ചർച്ച വരുന്നുണ്ട്, അപ്പൊ നമുക്ക് കൂടുതൽ പറയാം കേട്ടോ, ഇൻഷാ അള്ളാ. ഇനി അപ്പൊ നമ്മൾ കുളിയുടെ സുന്നത്താ പറയുന്നത്. അപ്പൊ ബാത്റൂമിലാകുമ്പോൾ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിക്കണം. തുടക്കത്തിൽ ബിസ്മി അല്ലൊരു സുന്നത്തുണ്ട് കുളിയിൽ. അതുപോലെ നീയത്തിനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതുക, അതൊരു സുന്നത്താണ്. തുടക്കത്തിൽ നീയത്ത് വെച്ചാൽ മതി. ആ സമയത്ത് കുളി കഴിയുന്നത് വരെ ഞാൻ നിർബന്ധമായ കുളിയെ ഇങ്ങനെ കുളി തന്നെയാണ് ഞാൻ ഇപ്പം കുളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ഒരു നീയത്ത് ഇങ്ങനെ വെക്കുക, അത് സുന്നത്തുണ്ട്. ഇപ്പൊ സുന്നത്തായ കുളിയാണെങ്കിലും സുന്നത്തായ കുളിയെ എങ്ങനെ കരുതുന്നത് ഇങ്ങനെ മനസ്സിലേക്ക് വെക്കുക. സുന്നത്തായ കുളിക്ക് ഉദാഹരണം ഏതാ? വെള്ളിയാഴ്ചത്തെ കുളി, പെരുന്നാളിന്റെ കുളി, ഇതൊക്കെ ഉദാഹരണം. ഇനി ഇസ്തിസ്ഹാബുൻ നിയത്തി ഇലൽ ഫറാഗി മിനൽ ഗുസ്ലി, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കഴിയുന്നത് വരെ നിയത്ത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരിക, അത് സുന്നത്താണ്. തുടക്കത്തിൽ നിയത്ത് വെച്ചാൽ മതി. എന്നാലും പിന്നെ അതിന് തുടക്കത്തിൽ നിയത്ത് വെച്ചാൽ മതിയാവുന്നതാണ്. അതിന് ഇസ്തിസ്ഹാബ് ചെയ്യുക എന്ന് വെച്ചാൽ വേറെ ഉദ്ദേശങ്ങളൊന്നും അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, കുളിക്കുന്നതിനാണെന്നുള്ള ചിന്ത ഇങ്ങനെ വരുത്തുക. ഇനി ഇസാലത്തു ഖദൈൻ കമനിയിൻ വ മദിയിൻ, മനിയും മതിയും പിന്നെ ഇത് രണ്ടും വേസ്റ്റുകളാണ്, ശരീരത്തിൽ നിന്നുള്ള വേസ്റ്റുകളാണ്. അതേസമയത്ത് എന്തല്ല, നജസല്ല എന്നാണ് നമ്മുടെ മതഹബ്. അല്ല കേട്ടോ, മനീയ നജസല്ല, മദീ നജസാണ്. ഇത് രണ്ടും ഒരു കതറാണ്, ഒരു മ്ലേച്ഛതയാണ്. ശരീരത്തിന് ഇങ്ങനെ വെച്ച് പൊറപ്പിക്കേണ്ട ഒരു സാധനമല്ല, അത് ക്ലീൻ ചെയ്ത് ഒഴിവാക്കേണ്ടതിൽ പെട്ടതാണ്. അപ്പൊ അത് അങ്ങനത്തെ ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ക്ലീൻ ചെയ്ത് ഒഴിവാക്കുക എന്ന് ചുരുക്കം. കുളിയുടെ മുന്നേ ആയിട്ട് കുളിക്കുമ്പോൾ നന്നായിട്ട് അല്ല ഒരു ഒറ്റ കൈയിൽ ഒതുക്കാതെ, ഇപ്പോ പിന്നെ ലൈംഗികമായി ബന്ധപ്പെട്ടതിന് ശേഷം പിന്നെ ആദ്യം ഒരു ഒളു എടുക്കുക. ഒളു എടുക്കുന്നതിന് മുന്നേ ഈ മ്ലേച്ഛമായ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകി മൂത്രമൊഴിക്കുക ഒന്ന്, അത് സുന്നത്താണ്, നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ ഈ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കഴുകി റെഡിയാക്കുക. ഈ അതിനുശേഷം പിന്നെ ഈ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, വായിൽ വെള്ളം കൊപ്പിക്കുക. അതാണ് പറയുന്നത് സിവാക്ക് വൽ മൽമദത്ത് വൽ ഇസ്തിൻഷാക്ക്. നമ്മൾ വുളുവിന്റെ തുടക്കത്തിലുള്ള സുന്നത്തുകളുണ്ടല്ലോ, അതൊക്കെ ചെയ്യുക. പിന്നെ വുളു മുഴുവനായിട്ട് എടുക്കുക. വൽ അഫ്ലലു കൗനുഹു അവലഹു, ഇത്
ഈ വുളു പൂർണ്ണമായി എടുക്കണം എന്ന് പറഞ്ഞു, അത് സുന്നത്താണ്. കുളിയുടെ മുന്നെയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ, കുളീന്റെ തൊട്ട് മുന്നേ ആയിട്ട്. പിന്നെ അപ്പോൾ ഈ വുളു എടുക്കല് അത് കുളിയുടെ ഏറ്റവും തുടക്ക ഭാഗത്താവലാണ് സുന്നത്ത്. എന്താ ഇപ്പൊ കരുതേണ്ടത് ഈ വുളു എടുക്കുമ്പോ? വുളുവിന്റെ കുളിയുടെ സുന്നത്തായ വുളുവിനെ കരുതുന്നു എന്ന് കരുതാം. ഓക്കെ, കുളിയുടെ സുന്നത്തായ വുളുവിനെ കരുതുന്നു വിചാരിച്ചിട്ട് വുളു ചെയ്യുക, അല്ലെ വെറും വുളുവിനെ കരുതുന്നു വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വുളു സുന്നത്തുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ തഅഹുദുൽ മആതിഫി കൽ ഉദ്നി വൽ ഇബ്തി വസ്സുറത്തി, ഈ ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് കഴുകുക, അത് സുന്നത്ത. ചെവി പോലെ, ചെവിന്റെ ഈ ഭാഗത്തുനിന്ന് ചിലപ്പോൾ വെള്ളം എത്തൂല, ഈ ഓട്ടിന്റെ ഭാഗത്ത്, അപ്പോൾ കൈ നനച്ചിട്ട് അവിടെയൊക്കെ വെള്ളം എത്തി എന്ന് ഉറപ്പുവരുത്താം. പാട്ട കൊണ്ട് വയ്ക്കണമെന്നില്ല, വെള്ളം എത്തിയാൽ മതി. വല്ല ഇബത്തി, അതുപോലെ തന്നെ പൊക്കിൾ, ഇബത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കക്ഷം, വസുറത്ത് പൊക്കിളിന്റെ ഭാഗം, അവിടെയൊക്കെ വെള്ളം എത്തി എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് കഴുകൽ ഒരു പ്രത്യേകം സുന്നത്താണ്. തഹ്ലീലു ഷാരിഹി, മുടി വിരലുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് കഴുകുക. മഅ തഅഹുദി ഉസൂലിഹി, അതിന്റെ ഈ മുടി മുളക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നല്ലോണം വെള്ളം എത്തിയെന്നുണ്ടെങ്കിൽ ഉറപ്പുവരുത്തണം. ആ രൂപത്തിൽ നല്ലോണം എല്ലായിടത്തും വെള്ളം എത്തിന്ന് നല്ലൊരു ധാരണ ലഭിക്കുന്നത് വരെ ഇളക്കിക്കൊണ്ട് കഴുകുക, അത് സുന്നത്താ, വലിയ മുടിയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച്. ഇഫാലത്തുൽ മാഇ അലാ റഅ്സിഹി സുമ്മ അലാ ശിഖ്ഹിൽ ഐമനി സുമ്മ അലാ ശിഖ്ഹിൽ ഐസരി, വെള്ളം ഒലിപ്പിക്കുക. എവിടെയാണ് ഒലിപ്പിക്കേണ്ടത്? ഈ കുളിക്കുന്ന സമയത്ത് ആദ്യം തലയുടെ മേലിൽ വെള്ളം വരാം, പിന്നെ വലത് ഭാഗത്ത് വരാം, പിന്നെ ഇടത് ഭാഗത്ത് വരാം. അപ്പൊ നമ്മള് ഷവറിൽ കുളിക്കുന്ന സമയത്ത് ആദ്യം നേരെ തല കാണിച്ചു കൊടുക്കുക, പിന്നെ വലത് ഭാഗം കാണിച്ചു കൊടുക്കുക, പിന്നെ ഇടത് ഭാഗം കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ശ്രദ്ധിക്കൽ പ്രത്യേക സുന്നത്തുണ്ട്. ദൽക്കു ബദനിഹി ഇന്ദ കുല്ലി ഇഫാലത്തിൻ, ഓരോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കോരി പാരുന്ന സമയത്ത്, അപ്പൊ ഈ ഷവറിലാവുന്ന സമയത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശരീരം നല്ലോണം എല്ലായിടത്തും ഇങ്ങനെ ഉരക്കുക. ഈ ഉരക്കലൊക്കെ സുന്നത്താണ്, കൂലി കിട്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞൊക്കെ. നമ്മൾ വളരെ നോർമലായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം, അതിലും കൂലിയുണ്ട് ഇസ്ലാമിൽ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇങ്ങനെ കൂലികളെ പറ്റി ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത്, അപ്പോ ഒരു സഹാബി ചോദിച്ചു, അപ്പോ ഭാര്യയായി ബന്ധപ്പെടുന്നതിൽ കൂലി കിട്ടുമെന്ന് വെച്ചു. നിങ്ങൾ കേട്ടിന ഹദീസ്? അങ്ങനെ ചോദിച്ചു. അപ്പൊ തങ്ങള് തിരിച്ച് ഒരു പ്രതികരണം കൊടുത്തത്, ആ ഭാര്യയെ ബന്ധപ്പെടുന്നതിന് പകരം ഒരു അന്യസ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റം കിട്ടൂലേ? കിട്ടോ ഇല്ലയോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാണ്. അപ്പൊ അതിൽ നിന്ന് സഹാബി മനസ്സിലാക്കണം എന്ത്, അപ്പൊ കുറ്റം കിട്ടുമെങ്കിൽ ഇവിടെ കൂലിയും കിട്ടും. നമുക്ക് മനസ്സിലായോ എന്നാണ് നബി തങ്ങൾ ഉദ്ദേശിച്ചത്, നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇസ്ലാമിൽ അത്ര വരെ കൂലിയുള്ള കാര്യങ്ങളാണെല്ലാം. സ്വന്തം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കൽ ഇസ്ലാമിൽ കൂലിയുള്ള കാര്യം. മുഖത്തേക്ക് നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഇസ്ലാമിൽ കൂലിയുണ്ട്. അവരുടെ പാപം പൊറുക്കപ്പെടാൻ കാരണമാവുന്നൊക്കെ പല നിവേദനങ്ങളിലും കാണാം. അപ്പൊ അങ്ങനെ വളരെ പെണ്ണുങ്ങൾ വൈഫായിട്ട് വിളിക്കുന്നത്, അവരോട് സമയം ചെലവഴിക്കുന്നത്, ഇതിനൊക്കെ ഇസ്ലാമിൽ പുണ്യമുണ്ട്, കൂലിയുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. ആ കൂലി പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഇപ്പൊ ഈ കുളിയിൽ ഇതൊക്കെ മനുഷ്യന്മാരൊക്കെ ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്, വരക്കാന്നുള്ളതും കഴുകാന്നുള്ളത് ഇതൊക്കെ. പക്ഷെ അതിനെ ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക് കരുതി കഴിഞ്ഞാൽ അതിന്റെ കൂലിയും കൂടിയും കിട്ടും എന്നാണ് നമ്മളിപ്പോ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? നിയത്താണ് നമ്മളെ മെയിൻ, നമ്മളെ ഷാഫി മദ്ഹബിന്റെ. നിയത്ത് എന്ന് പറയുമ്പോ ഒരു ബോധം ഉണ്ടായാൽ മതി, ഇതിന്റെ സുന്നത്ത് എടുക്കുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മതി, എന്നാൽ തന്നെ നിയത്തായി. അല്ലാതെ ഇങ്ങനെ നവൈത്തു നവൈത്തു ഇങ്ങനെ ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ചില ആൾക്കാരെ വിചാരം. ഈ നിസ്കരിക്കുന്ന സമയത്തൊക്കെ കൈ കെട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ നീയത്ത് ഉണ്ടാക്കി 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 ലാസ്റ്റ് ഇമാം റുക്കൂക്ക് പോകുമ്പോ പെട്ടെന്നൊരു നീയത്ത് എനിക്ക് കിട്ടും. വസ്വാസാണ്, പിശാചാണത്, പ്രയാസപ്പെടുത്താണ്. തുടക്കത്തിൽ ഇമാമിനോടൊപ്പം ചേർന്നാൽ കിട്ടുന്ന ഒരു വലിയ കൂലിയുണ്ട്, ആ കൂലിയായിട്ട് മിസ്സാക്കാനുള്ളതാണ് അവിടെ ശൈത്താൻ ചെയ്യുന്ന പണി.
അപ്പൊ അങ്ങനെയൊന്നുമില്ല. നിയത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞാൻ നിസ്കരിക്കുകയാണെന്നുള്ളത്, ഞാൻ ആ ഒരു നിയത്ത് വരാതിരിക്കുക എങ്ങനെയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക, ദൂറായ നിസ്കാരം, ദൂറ് നിർബന്ധ ദൂറായ നിസ്കരിക്കുന്നത്, ബാങ്കിനോട് നിസ്കരിക്കുന്നത്, ഈ സാധനം വരാതിരിക്കാന്ന് പറയുന്നതല്ലേ പ്രയാസം? വരിക എന്നുള്ളതിൽ എന്ത് പ്രയാസമുള്ള? നിയത്ത് നിയത്ത് അത്ര സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അതിങ്ങനെ ഉരുട്ടി കൂട്ടിയിട്ട് എന്തോ ഒരു സംഭവമായിട്ട് കൊണ്ടുവരേണ്ടതിൽ പെട്ടതല്ല. ആൾക്കാർക്ക് വിഷയങ്ങൾ അറിയാത്തത് കൊണ്ടും കൂടിയാണ് ഇങ്ങനെ വസ്വാസുകളിൽ പെടുന്നത്. ഇനി ഇനി പറയുന്നത്, ഇനി സുന്നത്ത് തന്നെ കേട്ടോ, സുന്നത്ത് കഴിഞ്ഞിട്ടില്ല. തെർത്തീബ് മാതുക്കിറ കമാതുക്കിറ. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ആദ്യം വിസ്മി ചെല്ലണം, പിന്നെ നീയത്തിനെ മൊത്തത്തിൽ ഇങ്ങനെ കുളി കഴിയുന്നവരെ ഇങ്ങനെ കീപ്പ് ചെയ്യുക. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ തുടർന്ന് കൊണ്ട് നമ്മളെ ഈ ഡേർട്ടി വേസ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യുക, കഴുകി തീർക്കുക. അതിനുശേഷം വയലുള്ള ഇതൊക്കെ കൊപ്പിളിച്ച് ഒന്നു കൊടുക്കുക. ഈ ഒരു ഓർഡർ പറഞ്ഞല്ലോ, ഈ ഓർഡറിൽ തന്നെ ചെയ്യൽ അത് പ്രത്യേക സുന്നത്തുണ്ട്. അപ്പോ കുളിയിലെ സുന്നത്താണ് വുളു എടുക്കുക ആദ്യം എന്നുള്ളത്, ഈ നജസിനെ ഇതുപോലെ തന്നെ മനീനൊക്കെ നീക്കം ചെയ്യാന്നുള്ളത്. ഒരുത്തൻ ആദ്യം പോയിട്ട് ഒന്നു കൊടുത്ത് പിന്നെ ഈ നജസിനെയൊക്കെ മനീനെ നീക്കം ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഈ രണ്ട് സുന്നത്ത് ചെയ്ത പോലെ കിട്ടും. പക്ഷെ അവിടെ വേറെ മൂന്നാമത്തെ ഒരു സുന്നത്തുണ്ട്, ഈ പറഞ്ഞ ഈ ഓർഡറിൽ ചെയ്യാന്നുള്ളത്. ആദ്യം ഈ മ്ലേച്ഛതകൾ നീക്കുക, എന്നിട്ട് വുളു ചെയ്യുക. ആ കൂലി കിട്ടണം, ആ പറഞ്ഞ പോലത്തെ ചെയ്യണം. അപ്പൊ അത് വേറൊരു സുന്നത്താണ്. ആ സുന്നത്തിന്റെ കൂലി അങ്ങനെ ചെയ്താൽ കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുളിയിൽ അൽ മുവാലാത്ത്, തുടരെ തുടരെ ആവുക എന്നുള്ളത്. നിങ്ങൾ ഇവിടെ ഇല്ലേ? ആ, റഷീഖില്ലേ? ഇല്ല, അത് കുഴപ്പമില്ല. മുവാലാത്ത് സുന്നത്തേ ഉള്ളൂ. ഉം. മുവാലാത്ത് എന്ന് പറയുന്നതിന് അത് സുന്നത്തേ ഉള്ളൂ നമ്മളെ മതബില്. അപ്പോ ഒരുത്തൻ കുളിച്ച് തലയും കൈയൊക്കെ കഴുകി പിന്നെ കുറച്ച് കുറെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ കുളിച്ച് ബാക്കി ഭാഗം കുഴപ്പമില്ല. പക്ഷെ അത് സുന്നത്താണ്. എന്ത്? തുടരെ തുടരെ ആവുക എന്നുള്ളത്. മാത്രല്ല ഇങ്ങനെ വിട്ടുപോകുന്ന സമയത്ത് പിന്നെ രണ്ടാമത് വരുമ്പോ അപ്പോഴും പിന്നെ നിയത്ത് വേറെ പലതും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവന്റെ നിയത്ത്, നിലവിലുള്ള കുളീന്റെ നിയത്തൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ നിയത്ത് പിന്നെ രണ്ടാമത് വെക്കേണ്ടി വരും എന്നൊരു വിഷയമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോ തുടരെ തുടരെ ആവല് സുന്നത്താണ്. എന്നുവെച്ചാൽ ശരീരം കുളി തുടങ്ങിയാൽ പിന്നെ അത് തീരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യൽ സുന്നത്താണ് എന്നർത്ഥം. തർക്കു തകല്ലുമിൻ വസ്തിആനത്തിൻ വ നഫ്ലിൻ വ തൻഷീഫിൻ ബിലാ ഉദ്രിൻ. ഒരു വ്യത്യസ്തമായ സുന്നത്താ. സംസാരിക്കാതിരിക്കുക. സംസാരിക്കാതിരിക്കൽ സുന്നത്തുണ്ട്. ചില ആൾക്കാർക്ക് ബാത്റൂമിൽ പോയാലാണ് നല്ല നല്ല ട്യൂണുള്ള പാട്ടും കാര്യങ്ങളൊക്കെ കിട്ടുക. അവരെ പിന്നെ കഴിവുകളൊക്കെ പുറത്ത് ചാടുക ബാത്റൂമിൽ പോയാലാ. അപ്പൊ മിണ്ടാതിരിക്കുക എന്നുള്ളൊരു സുന്നത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇങ്ങനെ പറയാൻ മുട്ടുന്ന ഒരു ചങ്ങായി ഞാൻ മിണ്ടാതിരിക്കുക എന്നുള്ള സുന്നത്തിനെ കരുതി കൂലി കിട്ടി. വസ്തിആനത്തിൻ വ നഫ്ലിൻ. ഇസ്തിആനത്ത് ഒരു ചങ്ങായിനെ കൊണ്ട് വരപ്പിക്കുക, വേറെ ആളെ കൊണ്ട് വെള്ളം വയപ്പിക്കുക, ഇങ്ങനെയൊക്കെ കുളിക്കാൻ പറ്റും അവരത്ത് മറിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെങ്കില് ഒരാളുടെയും ഹെൽപ്പ് സ്വീകരിക്കാതിരിക്കൽ കുളിയിൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഏയ്, കുളിയിലേ ഒരാളെ ഹെൽപ്പ് സ്വീകരിക്കാതെ കുളിയിൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വനഫ്ലിൻ, വെള്ളം ഇങ്ങനെ കൊടയ, കുളിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാധനമാണത്. രണ്ട് കാര്യം ചെയ്യാം. ഒന്നുകൊണ്ട് കൊടയോ അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തം എല്ലാം എടുത്തും പിന്നെ തോർത്തോണ്ട് തോർത്തി പോക്കും. നഫ്ല് എന്ന് പറഞ്ഞാൽ കൊടയ, തെൻഷീഫ് എന്ന് പറഞ്ഞാല് തോർത്തുക. ബിലാവുദ്ദീന് അകാരണമായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ സുന്നത്താണ്. ഇപ്പോൾ കുളിയുടെ സുന്നത്ത് എന്ന് പറഞ്ഞാല് കുളിച്ചിട്ടുള്ള ആ വെള്ളം ഉണ്ടല്ലോ അങ്ങനെ തന്നെ. ആ, ചോദിച്ചോളി. എങ്ങനെ മനസ്സിലായില്ല? അല്ല, സുന്നത്ത് അല്ല, അതായത്
സുന്നത്ത് എന്ന് പറയുന്നത് കൂലിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കൂലി കിട്ടുക കൂലി കിട്ടാതിരിക്കുക എന്നുള്ളത്. അതുപോലെ ചെയ്യാല് സുന്നത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. അതില് നിങ്ങളെ ചോദ്യം മനസ്സിലായി? വിഷയം ചോദിച്ചോളി. കഴിഞ്ഞോ? ഓക്കെ. അതായത് ഈ നിയത്തിന്റെ മനസ്സിലായി, എനിക്ക് മനസ്സിലായി, വിഷയം മനസ്സിലായി. ഞാൻ പറയാം. നിങ്ങൾ മ്യൂട്ട് ചെയ്തോളി. നിയത്ത് എന്ന് പറയുന്നത് ഈ സുന്നത്തുകളുടെ വിഷയത്തില് സുന്നത്തായ പല കോലത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ നിയത്ത് എവിടെയൊക്കെ വേണം, എവിടെയൊക്കെ ഉണ്ടായാലേ കൂലി കിട്ടുള്ളൂ, എവിടെയൊക്കെ ഇല്ലെങ്കിൽ കൂലി കിട്ടൂല എന്ന ചർച്ച ഈ സുയൂത്തിമാനെ പോലത്തോല് നടത്തിയിട്ടുണ്ട്. അല്ല ഷിബാബുൻ നവായറിലൊക്കെ കാണാം. അപ്പൊ അതിന് മാനദണ്ഡം എന്ന് പറയുന്നത് പിന്നെ ഇതുപോലുള്ള എന്താ പറയാ കുളി, നിസ്കാരം, ഇതുപോലുള്ള ഇബാദത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാവുമ്പോൾ അവിടെ നിയത്ത് വേണം, എന്നാലേ കൂലി കിട്ടുള്ളൂ. സുന്നത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ അവിടെയൊക്കെ നിയത്ത് വേണം. ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് വരും. അതേസമയത്ത് ഞാനിപ്പോ ഒരു ചങ്ങായിനോട് സംസാരിച്ച്, അപ്പോൾ ഒന്ന് നല്ല രൂപത്തിൽ ഇങ്ങനെ സംസാരിച്ച്, അപ്പൊ ഇദ്ഖാൽ സുറൂരി ഫി ഖൽബിൽ മുഅ്മിൻ എന്ന് പറയുന്ന ഒരു സുന്നത്തുണ്ട് അവിടെ. മുഅ്മിനായ മനുഷ്യനിക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളത്. അതിപ്പോ ഒരു എന്താ പറയാ ഇതുപോലെയുള്ള ഇബാദത്തിന്റെ നമ്മുടെ ആരാധനകളുടെ ഭാഗമായിട്ട് വരുന്നതിൽ പെട്ടതല്ല, അതൊരു പുണ്യായ കാര്യം തന്നെ. അപ്പൊ അങ്ങനെയുള്ളതിൽ ഞാനിപ്പം ഓനെ സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ നിയത്ത് വെച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും കൂലി കിട്ടും, നിയത്ത് വെച്ചാൽ കൂടുതൽ കൂലി കിട്ടും എന്നാണ് ആ പറഞ്ഞത്. ആ സമയത്ത് ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പൊ വുളുവിന്റെ വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പൊ വുളുവിന്റെ തുടക്കത്തിലുള്ള കൈ കഴുകലും വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീച്ചലൊക്കെ സുന്നത്തല്ലേ ഹർഷിക്ക? മുഖം കഴുകലാണ് നിർബന്ധം. അപ്പോ ആ അതെ, അതേ സമയത്ത് എന്നാ കേട്ടോളി, അതേ സമയത്ത് ആ മുൻകൈ കഴുകുന്ന സമയത്തും വായിൽ വെള്ളം ചീറ്റുന്ന സമയത്തൊക്കെ വുളുവിന്റെ സുന്നത്തിനെ കരുതുന്നുള്ള നിയത്ത് ഇല്ലായിരുന്നുവെങ്കിൽ അതിന്റെ കൂലി കിട്ടൂല. നിയത്ത് വേണം, സുന്നത്തിന് നിയത്ത് വേണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ വുളു, കുളി പോലത്തെ കാര്യങ്ങളിൽ അതിന്റെ സുന്നത്തുകൾ കിട്ടാൻ ആ സുന്നത്തിന്റെ നിയത്ത് കരുതണം, എന്നാലേ സുന്നത്ത് കിട്ടും. വ്യത്യാസം മനസ്സിലായില്ലേ? എല്ലാ സുന്നത്തുകളും ഒരുപോലെയല്ല. ഇതുപോലെയുള്ള ഇബാദത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സുന്നത്തുകളിൽ അവിടെ നമ്മൾ അതിനെ കരുതണം, എന്നാലേ അതിന്റെ കൂലി കിട്ടുള്ളൂ. ഇനി പറയുന്നത് അല്ല, അപ്പൊ നമ്മള് തുടക്കാതിരിക്കുക, കൊടയാതിരിക്കുക, ഇതൊരു സുന്നത്താ. സംസാരിക്കാതിരിക്കുക, സഹായം തേടാതിരിക്കുക കുളിക്കുന്ന സമയത്ത്. അല്ല യങ്കുസമ, ഇത് ഇനി എന്തേലും പ്രയാസമൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ ഇടങ്ങാറായിട്ട് അങ്ങനെ കുളിച്ചോളണമെന്നില്ല. സഹായം ആവശ്യമുള്ളവനാണ് സഹായം സ്വീകരിച്ചോട്ടെ. പക്ഷെ അത് സ്വീകരിക്കാതിരിക്കേണ്ട സാഹചര്യങ്ങളിൽ അത് അങ്ങനെ ശ്രദ്ധിക്കൽ ഒരു സുന്നത്താണെന്നാണ് പറഞ്ഞത്. അല്ല യങ്കുസമാഹു അൻസായിൻ, വെള്ളം ഉളുവിനെടുക്കുന്ന വെള്ളം അത് ഒരു സായിനേക്കാൾ കൂടാതിരിക്കുക, അതൊരു സുന്നത്താ. നമ്മൾ ഷവർ തുറന്നു വെച്ച് കുളിക്കുന്ന സമയത്ത് എത്ര സായിട്ടുണ്ടാവും? ഒരു കണക്കും ഉണ്ടാവില്ല. ഒരു സായ് എന്ന് പറഞ്ഞാല് പിന്നെ 4 മുദ്ദ് അല്ലേ? 4 മുദ്ദല്ലേ ഒരു സായ്? അപ്പൊ 4 മുദ്ദ് എന്ന് പറയുമ്പോ പിന്നെ അത് ഒരു നാല് കയ്യിൽ പിടിച്ചാൽ കിട്ടുന്ന വെള്ളം എന്നുവെച്ചാൽ ഒരു ബക്കറ്റിന്റെ ഒരു പകുതിയൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവും ഒന്ന് കൂട്ടാം. ആ വെള്ളം ഒരു മനുഷ്യന് കുളിക്കാൻ ആവശ്യമുള്ളൂ. അത്ര അതിൻ്റെ ഉള്ളിൽ ഒതുക്കല് പ്രത്യേകം സുന്നത്താണ്. അല്ല യുസീല ഖബലൽ ഗുസ്ലിൽ വാജിബി ഷൈഅൻ മിൻ ബദനിഹി കശഅരിൻ വളുഫ്രിൻ വദമിൻ. വേറൊരു സുന്നത്താണ്. ഒരു ചങ്ങയ്ക്ക് ജനാബത്തുണ്ട്, എല്ലാ ഹൈദുണ്ട്, നിഫാസ് ഉണ്ട്. അതിന്റെ കുളി കഴിയുന്ന അത് നിന്നിട്ടുണ്ട് എന്നർത്ഥം. ഹൈദ് നിഫാസ് നിന്ന് കിടക്കുകയാണ്, ഇപ്പൊ കുളിക്കണം ഇനി. അങ്ങനത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ജനാബത്തുകാരൻ പിന്നെ നിർബന്ധമായ കുളിയുടെ മുന്നേ ആയിട്ട് ശരീരത്തിൽ നിന്ന് നഖം, മുടി, രക്തം പോലത്തെ നീക്കാതിരിക്കൽ സുന്നത്താണ്. രക്തം നീക്കും എങ്ങനെ? ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ ഉണ്ട്, അപ്പൊ ആ സാഹചര്യത്തിൽ കുളിച്ചതിന് ശേഷം പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യൽ സുന്നത്തുണ്ട്. പിന്നെ തദാറുക്കു മാ ഫാതഹു മിൻ വുളൂഇൻ ഔ മൽമലത്തിൻ ഔ ഇസ്തിൻഷാക്കിൻ,
കുളീന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എന്ത് വായിൽ വെള്ളം കൊപ്പിക്കലൊക്കെ സുന്നത്തുണ്ടെന്ന്. അതുപോലെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലൊക്കെ കുളിയുടെ തുടക്കത്തിൽ സുന്നത്തുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരുത്തൻ അത് ചെയ്തില്ല, എന്നാലോ ഇടയിൽ ഓനിക്കിങ്ങനെ ഓർമ്മ വന്ന്, എന്നാ പിന്നെ അത് ചെയ്യാ. കുളീന്റെ ഇടയിലാണെങ്കിലും അത് ചെയ്യാ, സുന്നത്താണ്. കുളീന്റെ അതെ. നെക്സ്റ്റ്, സത്തുറുൽ ഔറത്തി ഫിൽ ഹൽവത്തി. ബാത്റൂമിൽ അടച്ചിട്ടിട്ടാണ് കുളിക്കുന്നതെങ്കിലും ഔറത്ത് മറക്കൽ സുന്നത്താണ്. ഫൈൻ അല്ലാഹു തആല അഹഖു അൻ യുസ്തഹിയ മിൻഹു. അള്ളാഹു അവനെ കാണുന്നുണ്ടല്ലോ, ആ നിലയ്ക്ക് അവന് ഹയാ ഉള്ള മനുഷ്യൻ ചെയ്യേണ്ടത് പിന്നെ ആ ഗുഹ്യഭാഗങ്ങളൊക്കെ മറച്ചുകൊണ്ട് കുളിക്കുകയാണ്. അതിൽ വേറെ ചില ആ ഇല്ല, ആ മുടി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ആ മുടി എന്തിനാ കഴുകുന്നത്? കഴുകി എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല, നിർബന്ധമൊന്നല്ല എന്നർത്ഥം. പിന്നെ ഓന്റെ ആ മുടി ഉം, ഉം, അതെ അതെ. ഒരാൾ കാണുന്നു കാണുന്നില്ല അല്ലെങ്കിൽ എന്ന മാനദണ്ഡത്തിന് കൊണ്ട് മാത്രമല്ല നമ്മൾ ഔറത്ത് മറക്കണം എന്ന് പറയുന്നത്. കുളിക്കുന്ന സമയത്ത് ഔറത്ത് മറക്കാതെ കുളിക്കാൻ പറ്റും, അങ്ങനെ കൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ പുണ്യം എന്ന് പറയുന്നത് സുന്നത്താണ്. എന്ത്, കുളിക്കുന്ന സമയത്തും ഔറത്ത് മറച്ചുകൊണ്ട് തന്നെ കുളിക്കൽ സുന്നത്താണ്. നിങ്ങൾ പറഞ്ഞതിൽ അവിടെ ചെറിയ ഒരു മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്. ഞാനിപ്പോൾ ഈ റൂമിൽ ഒറ്റക്കാണ്, അടച്ചിട്ട് കിടക്കുക. എനിക്ക് എൻ്റെ ഔറത്ത് വെളിവാക്കി നിൽക്കാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്. അവിടെ മുൻതാരം പിന്താരവും മറച്ചിരിക്കൽ നിർബന്ധമാണ് ഇസ്ലാമില്, ചുരുങ്ങിയത്. ആരുമില്ലാത്ത റൂമിലാണെങ്കിലും. അപ്പൊ ഒരാൾ കണ്ടു കണ്ടില്ല എന്നുള്ളതല്ല ഔറത്ത് മറക്കാനുള്ള മാനദണ്ഡം. അതേ സമയത്ത് കുളിക്കുന്ന സമയത്ത് മറച്ചോളണമെന്നില്ല, കാരണം എനിക്ക് അത് അവിടെ ആവശ്യമാണെന്നുള്ള നിലക്കാണ്. അവിടെ ഈ മിന്താരം മറച്ചോളണമെന്നില്ല. ശരിക്ക് അടച്ചിട്ട ബാത്റൂമിലാണെങ്കിലും കുളിയല്ലാത്ത വേറെന്താ പരിപാടി നടത്തുകയാണെങ്കിൽ അവിടെ മിന്താരം മറക്കൽ നിർബന്ധമാണ്. എന്ന് മാത്രല്ല, ഈ ബാത്റൂം, ഈ ടോയ്ലറ്റുകൾ എന്ന് പറയുന്ന ശൈത്താന്റെ ശാലകളാണെന്നുള്ള നമുക്ക് അറിയാലോ. അവിടെ ആവശ്യത്തിന് പോയിട്ട് ഇറങ്ങി പോരേണ്ട ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ കൂടുതൽ ടൈം ചെലവഴിക്കേണ്ട സ്ഥലമല്ല ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഉണ്ടാകുന്ന ഈ പിശാചിന്റെ ഒക്കെ ഷെറിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ള കാരണത്തില് ഇത് ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്തിഹാദത്തൊക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പോലും ഈ ബാത്റൂമിൽ ഔറത്ത് തുറന്നിടുന്നതുകൊണ്ടാണ് പെണ്ണ് എന്ന ചില കാരണങ്ങൾ ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്തോ ആവട്ടെ, അപ്പോൾ ഈ ഔറത്ത് മറച്ചിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. ഇനി അപ്പോ അതിന് കൂലി കിട്ടണോ? എന്തെങ്ങനെ ചെയ്യാം, അല്ലേ വേണ്ടേ, ഒഴിവാക്കാം. പൊതുറുള്ള വിഷയമാണ്. അത് ദിക്റു വദ്ദുആഉ ബഅദഹു. വുളുവിന് ശേഷം, കുളിക്ക് ശേഷം ദുആ ചെയ്യുക, ദിക്റ് ചെല്ലുക. ഏതാണ് ദിക്റ്? ഹുമാ ഐനു മാ ദിക്റ ഫിൽ വുളുഇ. വുളുവിലുള്ള ദിക്റ് ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ദിക്റ്? അല്ലാഹുമ്മ ജഅൽനി മിനത് തവാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്സാലിഹീൻ. ഈ ദുആ കുളിക്ക് ശേഷവും മറ്റേ കൈയൊക്കെ പൊന്തിച്ച് കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ചെല്ലൽ സുന്നത്തുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ. എന്നാലാണ് നമ്മൾ പഠിക്കുന്ന ഇൽമിനോട് ഉള്ള കൂറ് പുലർത്തുക. ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാവൂ എന്നല്ല ഞാൻ പറഞ്ഞത്. ചുരുങ്ങിയത് ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്താൽ അത് വലിയൊരു കാര്യമായിരിക്കും. വേറെ സുന്നത്താണ്, നമ്മൾ നിർത്താണ്, 2 സുന്നത്തും കൂടി ബാക്കി. അത്തഖ്ലീസു ലികുല്ലി മിന തസ്മിയത്തി വത്തഖ്ലീലി വദ്ദൽകി വൽ ഗുസ്ലി വദ്ദിക്രി വദ്ദുആഇ. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വെള്ളം ഒരു സ്ഥലത്ത് തന്നെ 3 പ്രാവശ്യം കഴുകൽ സുന്നത്തുണ്ട്. ഈ ഒരക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് 3 പ്രാവശ്യം ഒരക്കൽ സുന്നത്തുണ്ട്. ഇടർച്ച വരുത്തണം എന്നാണ്, തല, മുടി താടിയൊക്കെ, അവിടെയും 3 പ്രാവശ്യം ഇടർച്ച വരുത്തൽ സുന്നത്തുണ്ട്. 3 പ്രാവശ്യം ബിസ്മി അല്ലെങ്കിലും സുന്നത്തുണ്ട് തുടക്കത്തില്. ബിസ്മി എവിടെയാണ് നമ്മൾ പറഞ്ഞു, അത് പിന്നെ
കുളിപ്പുര മാത്രമാവുന്നിടത്താണ് ടോയ്ലറ്റും കൂടി ഉണ്ടാ പറ്റൂല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ തത്വീബുൽ മർഅത്തി ഫർജഹ ബിനഹ്വി മിസ്കിൻ ഇസ്റദ്ദമി ബഅദ ഇഗ്തിസാലിഹ. പെണ്ണ് ഹൈദു അല്ല നിഫാസൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച പെണ്ണ് അവള് ആ രക്തം വന്ന ഭാഗം ഉണ്ടല്ലോ, ഗുഹ്യ ഭാഗം, ആ ഭാഗത്ത് എന്തേലും മിസ്കോ അല്ലെങ്കിൽ എന്തേലും സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് അവിടെ പുരട്ടൽ പെണ്ണിന് പ്രത്യേകം സുന്നത്തുണ്ട് എന്നും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് കുളിയുടെ സുന്നത്തുകൾ. ഈ പറഞ്ഞത് എന്താ ഡൗട്ട് ഉണ്ടോ? എന്നാ വേണ്ടി സലാത്തിൽ കുളി. സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം.